ലോകത്ത് ഒരുപാട് ഉപകരണങ്ങളുണ്ട്, ഇലക്ട്രിക്കലായും ഇലക്ട്രോണിക്സായും. അതിൽ തന്നെ ആശയവുമായി ബന്ധപ്പെട്ടതാണ് റേഡിയോ, ടെലിവിഷൻ, സ്മാർട്ട് ഫോൺ എല്ലാം. ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും സ്വന്തമാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഉപകരണം പലപ്പോഴും നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ആരെങ്കിലും ഇത് വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒളിച്ചോടാൻ അതിയായി ആഗ്രഹിക്കാറുണ്ട്. സത്യത്തിൽ ഇതൊരു ഭീകരജീവിയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഇത് നമ്മൾ പിടിച്ച് തിന്നുകയുമില്ല. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്നൊരു വിഖ്യാതമായ മഴഞ്ചൊല്ലുണ്ട്. അതുപോലെ എങ്ങനെയാണ് മൈക്ക് ഉപയോഗിക്കുന്നത്, മൈക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കണ്ടാൽ അറിയാൻ പറ്റും ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുമോ, ആത്മശാസ്ത്രം പ്രസംഗിക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇവിടെയാണ് എങ്ങനെയാണ് നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നത് എന്നത് പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറുന്നത്. ഒരു വേദിയിൽ പ്രസംഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മൈക്ക് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് പിടിക്കുന്ന രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതൊരു പക്ഷേ ചില ആളുകൾ അടുപ്പിച്ച് സംസാരിക്കാറുണ്ട്. അത് പലപ്പോഴും പ്രയാസം സൃഷ്ടിക്കാറുണ്ട് കേൾക്കുന്ന ആളുകൾക്ക്. മൈക്കിനെ പിടിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. താഴെ, വളരെ താഴെ ഇങ്ങനെ താഴ്ത്തി പിടിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ ഇങ്ങനെ മുകളിലേക്ക് പിടിക്കാറുണ്ട്. ഇതൊക്കെ അത്ര ഉചിതമായ രീതിയല്ല. മൈക്കിനെ പിടിക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് ഈ രൂപത്തിൽ നമുക്ക് പിടിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ നമ്മുടെ ചുണ്ടിനോട് അടുപ്പിച്ച് നിർത്തി സംസാരിക്കുമ്പോൾ പലപ്പോഴും അത് ശ്രോതാക്കൾക്ക് അരോചകമായിരിക്കും. മൂക്കിന് ഇച്ചിരി താഴ്ത്തി നിർത്തി വളരെ ഭംഗിയായ, വളരെ മാന്യമായ ഒരു അകലം എപ്പോഴും നമ്മുടെ മൗത്തിൽ നിന്ന്, നമ്മുടെ വായുഭാഗത്ത് നിന്ന് മൈക്കിന് നൽകുന്നത് ശബ്ദത്തിൽ കൃത്യമായ ക്ലാരിറ്റി കൊടുക്കാൻ സഹായിക്കും. അതുപോലെ മൈക്ക് ഇങ്ങനെ പിടിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരു ശരിയായ രീതിയല്ല. കുറച്ചും കൂടെ ചെറിയ ഒരു ചെരിവ് കൊടുത്തുകൊണ്ട് ഈ രൂപത്തിൽ മൈക്ക് പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങൾ വലത് കൈ തന്നെയാണ് മൈക്ക് പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രസൻറ്റേഷൻ ഇടയ്ക്ക് കൈ ഒന്ന് മാറുന്നതും ഗുണകരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംസാരത്തിന് കുറച്ചുകൂടെ വയബിലിറ്റി, കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് മൈക്കൊരു ഭീകരജീവിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൈക്കിനെ കുറച്ചുകൂടി അടുത്ത് നിന്ന് കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രസൻറ്റേഷനിൽ നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കും. ആ രൂപത്തിൽ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.